നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഒരു 40കളിലോ 50കളിലോ ഉള്ള ആളുകൾക്കല്ല ശരിക്കും ഇത് പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ 20കളിലും പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹായ്, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണോ നിങ്ങളുടെ റിട്ടയർമെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത്? വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഏജ് ഒക്കെ അസുഖങ്ങളായി, ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആക്ച്വലി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. പക്ഷെ ഈ എടുക്കുന്ന പണി മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണതോ അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺസ് വെയിറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ തള്ളി നീക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ 20s-ലോ 30s-ലോ എപ്പോഴാണ് നിങ്ങളുടെ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ പ്രായം കുറെ നമ്പർ കയറി ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ കാണരുത്. കാരണം അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഭയങ്കര മിസറബിൾ ആയിരിക്കും. നിങ്ങളുടെ ഏണിങ്സ് എത്ര തന്നെ ആയിക്കോട്ടെ, ആയിരങ്ങളോ ലക്ഷങ്ങളോ ആയാലും അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടയർമെന്റിലേക്ക് എത്താൻ പറ്റും. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഒരു 40കളിലോ 50കളിലോ ഉള്ള ആളുകൾക്കല്ല ശരിക്കും ഇത് പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ 20കളിൽ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഫിഷ്യന്റ് പ്ലാനിങ് നിങ്ങൾക്ക് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ പേര് ഐസക് എന്നാണ്. ഞാനൊരു രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ പ്ലാനർ ആണ്. മാത്രമല്ല ഞാൻ CFP CWM കാൻഡിഡേറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ നല്ലൊരു ഡോക്ടറെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു പേഴ്സണൽ ട്രെയിനറെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് സെറ്റ് ചെയ്യാൻ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനറിന്റെ ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക.